MCQ കുറച്ച് ആദ്യം തരാം. MCQ തന്നിട്ട് അങ്ങനെ പോവാമേ. In nerve cell, the site where the electrical impulse is converted into a chemical signal. Chemical signal is known as എന്താണ്? അത് 4 ഓപ്ഷൻ ഉണ്ട്. ആക്സോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഉണ്ട്, മസ്കുലാർ ജംഗ്ഷൻ ഉണ്ട്, സെൽ ബോഡി ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചപ്പോഴേ, അതായത് ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ കെമിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അസറ്റൈൽ കൊലൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു സിനാപ്സ് എന്ന് പറയുന്ന സംഭവം പഠിപ്പിച്ചില്ലേ, അവിടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്നാണ് അതിന് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്, ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ. Okay. Select അടുത്ത question. Select out of the following. Select out of the following. Select out of the following. A gland which does not occur as a pair in the human body. ഒന്ന് പിറ്റ്യൂട്ടറി, രണ്ട് ഓവറി, മൂന്നാമത്തേത് ടെസ്റ്റിസ്, നാലാമത്തേത് അഡ്രിനൽ. പറയാൻ പറ്റുമോ ശ്രേയക്ക്? പറയാൻ പറ്റുമോ ഇതിനകത്ത് ഈ താഴെ തന്നിരിക്കുന്നവയിൽ പെയറായിട്ട് കാണാത്തത് ഏതാന്നുള്ളത്? ശ്രേയ അറിയില്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. നമ്മള് അഡ്രിനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ മണ്ടയ്ക്കായിരിക്കുന്നത്, 2 കിഡ്നിയുടെ മണ്ടയ്ക്കും ഉണ്ട്, പെയറാണ്. ടെസ്റ്റിസ് മെയിൽ സെക്സ് ഓർഗൻ ആണ്, അതും 2 പെയറായിട്ടായിരിക്കുന്നത്, ഒരു പെയറായിട്ടായിരിക്കുന്നത്. ഓവറി ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്, അതും പെയറായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം പെയറാണ്. പക്ഷെ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? പിറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ ബ്രെയിനിലുള്ള ഒരു ഗ്ലാൻഡ് ആണ്, അത് ഒറ്റയായിട്ടാണ് ഇരിക്കുന്നത്, അത് പെയർ അല്ല. അപ്പം ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി.
അടുത്തൊരു അസർഷൻ റീസൺ തരാം. അസർഷൻ റീസൺ തരാം. അസർഷൻ ആണ്. അസർഷൻ എ. receptors receptors are usually receptors are usually located 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 in our sense organ and perceive a particular stimulus particular stimulus. Reason different sense organ have different receptors for detecting stimuli അസർഷൻ റീസണിനകത്ത് നമുക്ക് 4 ഓപ്ഷനാണുള്ളത്. ഒന്ന് എന്താണ്, A and R are true and R is the correct explanation of A. Both A and R are true but R is not correct explanation of എന്താണ് A. A is true but R is false. A is false but R is true. ഇതിനകത്ത് രോഹിത് എന്ന് പറയാൻ പറ്റുമോ? രോഹിത്, ഇതിനകത്ത് ഏതാ ആൻസർ എന്ന്? രോഹിത് ഇവിടെ ഉണ്ടോ? Okay. ഇതിന്റെ അസർഷൻ പറയുന്നത് receptors are usually located in our sense organ and perceive a particular stimuli. Receptors are usually located in our sense organ and perceive a particular stimulus എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ രോഹിതേ? അത് ശരിയാ. കാരണം നമ്മുടെ സെൻസ് ഓർഗനിലാണ് റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. അതെന്ത് ചെയ്യും? നമ്മൾ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിമുലൈ എന്ത് ചെയ്യും? പെർസീവ് ചെയ്യും, അല്ലേ? റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഫറെന്റ് സെൻസ് ഓർഗൻ ഹാവ് ഡിഫറെന്റ് റിസപ്റ്റേഴ്സ് ഫോർ ഡിറ്റക്ടിങ് സ്റ്റിമുലൈ. ആണോ? അപ്പൊ അത് രണ്ടും ശരിയല്ലേ? അസർഷനും റീസണും ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അസർഷനും റീസണും ശരിയാണ്. ആ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണോ ഈ റീസൺ എന്ന് പറയുന്നത്? നോ ആണോ അതോ യെസ് ആണോ? അതായത് റിസപ്റ്റേഴ്സ് ഓരോ സെൻസ് ഓർഗനകത്ത് എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് ആണ് പർട്ടിക്കുലർ സ്റ്റിമുലൈ എന്ത് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ സ്റ്റിമുലൈ. ഇപ്പം കണ്ണിനകത്തുള്ള റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചെവിക്കകത്തുള്ള റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്, അതേപോലെ ആയിരിക്കില്ല സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ എന്താണ് റിസപ്റ്റേഴ്സിലുള്ള ഓരോ സെൻസ് ഓർഗനിലുള്ള റിസപ്റ്റേഴ്സും ഡിഫറെന്റ് രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ സ്റ്റിമുലൈനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും കറക്റ്റ് ആണ്. അപ്പം അത് ആദ്യത്തെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് രണ്ടാമത്തേത്. കാരണം എന്താ? റിസപ്റ്റേഴ്സ് ആർ യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ സെൻസ് ഓർഗൻ ആൻഡ് പെർസീവ് എ പർട്ടിക്കുലർ സ്റ്റിമുലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. പർട്ടിക്കുലർ സ്റ്റിമുലൈ ആണ് റിസീവ് ചെയ്യുന്നത്. ഓരോന്നാണ് റിസീവ് ചെയ്യുന്നത്. താഴത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിഫറെന്റ് സെൻസ് ഓർഗൻ ഹാവ് ഡിഫറെന്റ് റിസപ്റ്റേഴ്സ് ഫോർ ഡിറ്റക്ടിങ് സ്റ്റിമുലൈ. അപ്പൊ മുകളിലത്തെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് താഴത്തേത്. ആണോ രോഹിതേ? അപ്പം അതിന്റെ ഓപ്ഷൻ ഏതാ കൊടുക്കേണ്ടത്? A is എന്താണ്? both A and R are true and R is the correct explanation of A. അക്ഷിതയ്ക്ക് ഓക്കെ ആണോ? അക്ഷിത എലിജ ഓക്കെ ആണോ? എലിജ ബാക്കി ആരൊക്കെ അതിനകത്ത് കയറിയിരിക്കുന്ന അവർക്കെല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം കേട്ടോ. അടുത്തത് അക്ഷിതയ്ക്ക് നാളെ എന്താ എക്സാം? അത് പഠിച്ചോ? കുഴപ്പമില്ലല്ലോ. കേട്ടില്ല. നോക്കാനുണ്ട്. ക്ലാസ്സിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നാളെ പഠിക്കണമെന്നുണ്ടെങ്കിൽ
ലെഫ്റ്റ് അയക്കോ, എൻ്റെ കയ്യിൽ നിന്ന് റെക്കോർഡഡ് ക്ലാസ് അയച്ചു മേടിച്ചാൽ മതി. അപ്പം അടുത്ത ക്വസ്റ്റ്യന് എ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ഹോർമോൺ a plant growth inhibitor hormone which cause wilting of leaves. ഇതേതാണ് ഈസ് കോൾഡ്? ഇതേതാണ് നോക്കിയിട്ട് സായി എന്ന് പറഞ്ഞ സായി. കഴിഞ്ഞ ദിവസം പറഞ്ഞ നോട്ടിനകത്ത് ഉണ്ട് ഇത്. സായി ഉണ്ടോ ഇവിടെ? സായി ഉണ്ടോ? സായി ഉണ്ടോ? സായി ദേവജിത്ത് ഉണ്ടോ? എന്നാ ദേവജിത്ത് പറഞ്ഞത് അബ്സിസിക് ആസിഡ് അല്ലേ? അബ്സിസിക് ആസിഡ്. നമ്മൾ അതിനെ പറ്റി പറഞ്ഞാണ്. അബ്സിസിക് ആസിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് എഴുതിക്കോ, അബ്സിസിക് ആസിഡ്. ഏതാ? വിച്ച് കോസ് വിൽറ്റിംഗ് ഓഫ് ലീവ്സ്. ലീവ്സ് വാടാൻ കാരണക്കാരനായതും ഈ പ്ലാന്റിന്റെ ഗ്രോത്തിനെ വളർച്ചയെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഹോർമോണിനെയാണ് നമ്മൾ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പ്ലാന്റ്സ് ദ റോൾ ഓഫ് cytokinin is dash. In plants the role of cytokinin is dash. ഓപ്ഷൻ തരാം. എ എന്ന് പറയുന്നത് പ്രൊമോട്ട് സെൽ ഡിവിഷൻ. ബി എന്ന് പറയുന്നത് wilting of leaves. സി എന്ന് പറയുന്നത് promote opening of stomatal pore. ഡി എന്ന് പറയുന്നത് help in the growth of stem. ഇതിനകത്ത് ഏതാണ് നമ്മുടെ റിജു എന്ന് പറഞ്ഞേ? നേരത്തെ അതിന്റെ ഫംഗ്ഷൻ ഒക്കെ നോക്കി, നമ്മൾ എഴുതിപ്പിച്ച നോട്ടിനകത്ത് അതിന്റെ ഫംഗ്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. റിജു എന്ന് പറഞ്ഞേ, പെട്ടെന്നായിട്ട് നോക്കിയിട്ട്. സാർ, ഞാൻ ക്ലാസ്സിൽ ലെഫ്റ്റ് ആവുകയാണേ. ഹലോ സാർ, ഹലോ കേട്ടോ? സാറേ, പ്രൊമോട്ട് സെൽ ഡിവിഷൻ. പ്രൊമോട്ട് സെൽ ഡിവിഷൻ ആണ്. വെരി ഗുഡ്. പ്രൊമോട്ട് സെൽ ഡിവിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ sensory nerve of a reflex arc carries information from the receptor cell to dash. 4 ഓപ്ഷൻ ഉണ്ട്. സ്പൈനൽ കോഡ്, ബ്രെയിന്, മസിൽസ് ഓഫ് എഫക്റ്റർ ഓർഗൻ, നാലാമത് ബോൺസ് ഓഫ് റിസപ്റ്റർ ഓർഗൻ.
റിസപ്റ്റർ ഓർഗൻ. ആ റിഫ്ലക്സ് ആർക്ക് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് നമ്മുടെ ആരാ പറയാ, എലിജ എന്ന് പറഞ്ഞ എലിജ. Spinal cord. വെരി ഗുഡ്, സ്പൈനൽ കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, walking in a straight line and riding a bicycle are the activities which are possible due to a part of brain choose the correct location and name of this part from the given table. Forebrain, cerebrum, midbrain, hypothalamus, hindbrain, cerebellum, hindbrain, medulla. അതായത് ഫോർബ്രെയിൻ, മിഡ്ബ്രെയിൻ, ഹൈൻബ്രെയിൻ. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, നമുക്ക് ഒരു നേരെ ലൈനിൽ നടക്കാൻ പറ്റുന്നതും ബൈസൈക്കിൾ റൈഡ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ബ്രെയിനിലെ ഒരു പർട്ടിക്കുലർ പാർട്ടിന്റെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലൊക്കേഷനും ആ പാർട്ടിന്റെ പേരും എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇത് ശ്രേയ പറയണം നോക്കിയിട്ട്. cerebellum, അതിന്റെ പാർട്ടും പറയണ്ടേ, ലൊക്കേഷൻ പറയണ്ടേ. Choose the correct location and name of this part ആണ് എഴുതി. സെറിബെല്ലം എവിടെ ഇരിക്കുന്നേ? സെറിബെല്ലം എവിടെയാണ് ഇരിക്കുന്നേ? base, base, ബേസ് എന്ന് പറയുമ്പോ എന്താ, അതിനെ എന്ത് പറയുന്നത്? ഇവിടെ തന്നിരിക്കുന്ന ഈ ടേബിളിനകത്ത് നിന്ന് സെലക്ട് ചെയ്യണ്ടേ. ഫോർ ബ്രെയിനിലാണോ ഇരിക്കുന്നേ? അല്ല, hindbrain. അപ്പം ഇതാണ് ഓപ്ഷൻ. കണ്ടോ, ഇതാണ് അതിന്റെ ഓപ്ഷൻ. സി ആയിരിക്കും അതിന്റെ ഓപ്ഷൻ. അതായത് ഇത് എയും ഇത് ബിയും ഇത് സിയും ഇത് ഡിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ സി ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് എ പെയർ ഓഫ് plant hormones from the following. A എന്ന് പറയുന്നത് സൈറ്റോകൈനിൻ ആൻഡ് ഇൻസുലിൻ. B എന്ന് പറയുന്നത് ജിബറലിൻ ആൻഡ് അഡ്രിനാലിൻ. C എന്ന് പറയുന്നത് ആബ്സിസിക് ആസിഡ് ആൻഡ് അഡ്രിനാലിൻ. D എന്ന് പറയുന്നത് ഓക്സിൻ ആൻഡ് ആബ്സിസിക് ആസിഡ്. ഇതിനകത്തെ പേര് സായി ഇവിടെ ഉണ്ടോ? സായി പറഞ്ഞോ, ഇതിന്റെ ആൻസർ എന്താ? ഓക്സിൻ ആൻഡ് അബ്സിസിക് ആസിഡ്. കാരണം പ്ലാന്റ് ഹോർമോണിന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്, അപ്പം അത് രണ്ടെണ്ണമായി. ബാക്കിയുള്ള എല്ലാം അനിമൽ പ്ലാന്റ് ഹോർമോൺ പേരുകളാണ് അല്ലെ? അവിടെ അങ്ങനെ തന്നിരിക്കുന്നത്, പ്ലാന്റ് ഹോർമോൺ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ, the part of human brain which controls muscular coordination. Muscular coordination control ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഉണ്ട്, മെഡുല്ല ഉണ്ട്, പോൺസ് ഉണ്ട്, സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്. ഇത് വിഷ്ണു പറഞ്ഞേ. വിഷ്ണു അതായത് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ വിച്ച് കൺട്രോൾ മസ്കുലാർ കോർഡിനേഷൻ. ഓപ്ഷൻ ഉണ്ട്, ഇതാണ്, ഇത്രയാണ് ഓപ്ഷൻ. നോക്കിയിട്ട് പറഞ്ഞു. മസ്കുലാർ കോർഡിനേഷനെ കൺട്രോൾ ചെയ്യുന്ന ഹ്യൂമൻ ബ്രെയിനിന്റെ പാർട്ട് മെഡുല്ലയാണോ, പോൺസ് ആണോ, സെറിബ്രം ആണോ, സെറിബെല്ലം ആണോ? പറഞ്ഞോ വിഷ്ണു. കേട്ടില്ല. സെറിബെല്ലമോ അതോ സെറിബ്രം? എന്ത് പറഞ്ഞേ? കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. സെറിബെല്ലം ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പം സെറിബെല്ലം ആണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, a doctor advised a person to take an injection of insulin because 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് his heart was beating slowly. ബി എന്ന് പറയുന്നത് his blood pressure was low. സി എന്ന് പറയുന്നത് he was looking
ഷോർട്ട് ഇൻ ഹൈറ്റ്. ഡി എന്ന് പറയുന്നത് ഹിസ് pancreas was not secreting the required hormone in proper amount. ഇതിന്റെ ആൻസർ ആരവ് ഇവിടെ ഉണ്ടോ? ആരവ് അല്ലെ? രോഹിത് പറഞ്ഞു. ഒരു ഡോക്ടർ ഒരു ആളിനോട് പറഞ്ഞു ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കണം. അതിന്റെ കാരണം എന്താ? His heart was beating slowly. നല്ലൊരു ആൻസർ ആണല്ലോ. ഹാർട്ട് ബീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറയുന്നത് നല്ല അറിവാണ്. ഇൻസുലിൻ എന്തിനാ എടുക്കുന്നത് രോഹിത്തെ? അല്ലെ, ഇൻസുലിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം എവിടാ പറഞ്ഞത്? ഒന്ന് നോക്കി. Hormones in animals. ഹോർമോൺ In animals. Hormone in animals insulin ഒക്കെ പറയും. അപ്പം അതിനകത്ത് എന്തുവാ പറഞ്ഞേ? It is secreted by pancreas. പാൻക്രിയാസ്. എന്തിനു വേണ്ടിയാ? His pancreas was not secreting the required hormone in proper amount. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഈ ഇൻസുലിൻ എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാലും നമ്മളെല്ലാം മധുരത്തിന്റെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഷുഗറിനകത്തുള്ള ബ്ലഡ് ലെവൽ കൂടുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാൻക്രിയാസിലുള്ള ബീറ്റ സെൽസ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യുകയും ആ ബ്ലഡിലെ ഷുഗറിനെ നോർമലൈസ് ചെയ്യുകയും ചെയ്യും. പ്രായമാവുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അധികമായിട്ട് എന്താണ് നമ്മൾ ഷുഗർ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിന് നമ്മുടെ പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ വെളിയിൽ നിന്ന് ഇൻസുലിൻ എടുത്തേ പറ്റുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്കൊക്കെ പ്രശ്നം വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഹിസ് പാൻക്രിയാസ് വാസ് നോട്ട് സെക്രീറ്റിംഗ് ദ റിക്വയർഡ് ഹോർമോൺ ഇൻ പ്രോപ്പർ എമൗണ്ട്. അതാണ് അതിന്റെ ആൻസർ. ആണോ രോഹിത്തെ? അല്ലാതെ ഹാർട്ട് ബീറ്റ് സ്ലോ ആയെന്നൊന്നും പറഞ്ഞ് എഴുതി വെക്കല്ലോ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെച്ചെന്നൊന്നും പറയല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The movement of sunflower is in response to a stimulus such as നാലെണ്ണമുണ്ട്. ഗ്രാവിറ്റി, കെമിക്കല്, ഡേ ഓർ നൈറ്റ്, വാട്ടർ. പറഞ്ഞോ, ശ്രേയ പറഞ്ഞോ. ശ്രേയ കേക്കാമോ? Day or night. ഏതാ? Day or night. ഓക്കെ, ഫൈൻ.
ഒരു സെക്കൻഡ് നിങ്ങളെ. ഓക്കെ, ഒരു അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അസർഷൻ പറയുന്നത് കെമിക്കൽ കോർഡിനേഷൻ is seen in both plants and animal. Reason: plant hormones control directional growth, whereas in animals growth is never seen in one direction only. വായിച്ചിട്ട് ആൻസർ പറഞ്ഞു. അതായത് കെമിക്കൽ കോർഡിനേഷൻ is seen in both plants and animal. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് കെമിക്കൽ കോർഡിനേഷൻ പ്ലാന്റിലും ആനിമലിലും കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ് ഹോർമോൺ കൺട്രോൾ ഡയറക്ഷണൽ ഗ്രോത്ത്. ശരിക്കും ഡയറക്ഷണൽ ഗ്രോത്ത് അല്ലേ പ്ലാന്റ് ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നത്? ഡയറക്ഷണൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നു. വേറാസ് ഇൻ ആനിമൽ ഗ്രോത്ത് ഈസ് നെവർ സീൻ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. വൺ ഡയറക്ഷനിൽ മാത്രം എന്താണ് അല്ല ആനിമലിൽ എന്ത് ഉണ്ടാകുന്നത്? ഗ്രോത്ത് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വൺ ഡയറക്ഷനിലോട്ടുള്ള ഗ്രോത്ത് മാത്രമായിട്ട് നമുക്ക് ആനിമലിൽ കാണാൻ പറ്റത്തില്ല. പ്ലാന്റിൽ അത് പറ്റും, വൺ ഡയറക്ഷനിലോട്ടുള്ള ഗ്രോത്ത് മാത്രം പറ്റും. മനസ്സിലായോ? അപ്പം ഇതിന്റെ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആര് പറയും? ദേവജിത്ത് പറഞ്ഞു. യെസ് സാർ. പറഞ്ഞോ സാർ. സാർ A is true and R is not the correct reason. അപ്പൊ ആറ് ട്രൂ ആണോ ആറ് ഫോൾസ് ആണോ? True. രണ്ടും ട്രൂ ആ അല്ലേ? യെസ് സാർ. അപ്പം ശരിയാണ്. അതായത് A is true, both A and R are true. അങ്ങനെ എഴുതാം. Both assertion and reason are true. രണ്ടും ശരിയാ. അതായത് കെമിക്കൽ കോർഡിനേഷൻ is seen in both plants and animals. അത് ട്രൂ ആണ്. പ്ലാന്റ് ഹോർമോൺ കൺട്രോൾ ഡയറക്ഷണൽ ഗ്രോത്ത് ആണ്, ഡയറക്ഷണൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യും. whereas in animal growth is never seen in only one direction. വൺ ഡയറക്ഷനിലോട്ട് മാത്രം ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് പ്ലാന്റിൽ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതും ശരിയാണ്. പക്ഷെ ഒരിക്കലും ഈ കെമിക്കൽ കോർഡിനേഷന്റെ is in both plants അതിന്റെ റീസൺ അല്ല, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ഇത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: both assertion and reason are true, but R is not correct explanation of R is not correct explanation of A. ഇതാണ് ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ വിഷ്ണു പറയണം. which of the following statement is true? Statements are true. രണ്ടെണ്ണം are true about a neuron. താഴെ തന്നിരിക്കുന്നവയിൽ ന്യൂറോണിനെ പറ്റി ഉള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നത് dendrites of neuron pass the impulse to axon. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് axon of neuron carries the impulse from the cell body. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് sensory neuron carries the impulse sensory neuron carries the impulse to the specific effectors. 4 transmission of impulse from a neuron to a muscle fiber occurs through neuromuscular junction. ഇതിനകത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നത് 1 only, ബി എന്ന് പറയുന്നത് 1 and 3, ബി ഓപ്ഷൻ. സി എന്ന് പറയുന്നത് 2 and 3, ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് 2 and 4. വിഷ്ണു ആണ് പറയേണ്ടത്. ഏതാ? 1 only. നോക്കാം നമുക്ക്. dendrites of neuron passes impulse to axon. dendrites ആണോ axon? അപ്പൊ ആലോചിച്ച് നോക്കണം. നമ്മുടെ എന്താണ് സെൽ ബോഡി തന്നെ ഇതാണ്, ആക്സോൺ തന്നെ ഇതാണ്. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം പടം വരച്ചത് അല്ലേ? ഇത് അടുത്ത സെല്ലിലേക്ക്, അടുത്ത ഡെൻഡ്രൈറ്റ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഡെൻഡ്രൈറ്റ്സ് ഇരിക്കുന്നത്. ഓക്കെ, dendrites of neuron passes impulse to axon. axon എന്ന് പറയുമ്പോൾ എന്താ? axon എന്ന് പറയുമ്പോൾ ഇതാണ്. dendrites ആണോ ആക്സോണിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യിക്കുന്നത്? ആണോ വിഷ്ണു? ഈ ഡെൻഡ്രൈറ്റ്സ്, അതായത് ഞാൻ ഈ റെഡ് വരയ്ക്കാം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ഈ ഡെൻഡ്രൈറ്റ്സിലോട്ട് തന്നെ ഇങ്ങനെ മെസ്സേജ് വന്നു. ഇത് നേരെ വന്ന് എവിടെ കയറും? ഇതിന്റെ സെൽ ബോഡിയിലോട്ട്, സൈറ്റോൺ അല്ലേ, സെൽ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? കയറും. ശരിയല്ലേ? സെൽ ബോഡിയിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ആക്സോണിലേക്ക് കണക്ട് ആവുന്നത്. മനസ്സിലായി? അല്ലാതെ ഡെൻഡ്രൈറ്റ്സ് അല്ല. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ആക്സോൺ ഓഫ് ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ആണല്ലോ. സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ ആണ് ഇമ്പൾസിനെ വേറെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ശരിയാ. ഇനി സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസ് ടു എ സ്പെസിഫിക് എഫക്റ്റർ. എഫക്റ്റർ എന്ന് പറയുന്നത്, അതായത് ബ്രെയിനിൽ നിന്ന് വന്ന മെസ്സേജ്. ഇപ്പം ഒരു ഉദാഹരണം പറയാണ്, നമ്മുടെ കാലയിൽ ഒരു എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തേപ്പൊട്ടി കണ്ട് നമ്മുടെ കൈ, അല്ലെങ്കിൽ കാലിൽ ഒരു ആണി ഉണ്ടെങ്കിൽ കാല് പെട്ടെന്ന് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് പൊക്കും. ശരിയല്ലേ?
അങ്ങനെ പൊക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ കാലിൽ ആണി കൊള്ളുന്നു, ആ ആണി കൊള്ളുന്ന ഇമ്പൾസ് അവിടെ ക്രിയേറ്റ് ആവുന്നു, അത് നമ്മുടെ സെൻസറി ന്യൂറോൺ വഴിയാണ് ബ്രെയിനിലേക്ക് പോകുന്നതും തിരിച്ച് ബ്രെയിനിൽ അത് പ്രോസസ് ചെയ്തിട്ട് വേദന എടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ബ്രെയിനിൽ നിന്ന് തിരിച്ച് ആ കാലിന്റെ മസിലിന് മെസ്സേജ് കൊടുക്കുക, ആ കാല് പൊക്കിക്കോളാൻ. അത് മോട്ടോർ ന്യൂറോൺ വഴിയാണ് കൊടുക്കുന്നത്. അപ്പം എഫക്ടറിലേക്ക് മെസ്സേജ് കൊടുക്കുന്നത്, എഫക്ടർ എന്ന് പറയുമ്പോൾ ആ കാല, ആ കാലിലോട്ട് മെസ്സേജ് കൊടുക്കുന്നത് സെൻസറി ന്യൂറോൺ വഴി അല്ല, പകരം മോട്ടോർ ന്യൂറോൺ വഴി. എവിടെ സെൻസറി ആണെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാ. അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഫ്രം ന്യൂറോൺ ടു എ മസിൽ ഫൈബർ ഒക്കേഴ്സ് ത്രൂ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ശരിയല്ലേ? ആണ്. കാരണം ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ത്രൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പൾസ് ന്യൂറോണിൽ നിന്ന് മസിൽ ഫൈബറിലോട്ട് വരുന്നത്. ആണ്, അത് കറക്റ്റ് ആണ്, അതും ശരിയാണ്. അപ്പം ഇതിന്റെ ആൻസർ 2 and 4 ആണ്. വിഷ്ണുവിന് മനസ്സിലായോ? Yes, sir. എല്ലാവരും എഴുതി എടുക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഫാക്ടറി, ഓയിൽ ആണ്, ഓൾ ഫാക്ടറി receptors are able to detect ഒന്നാമത്തേത് ടച്ച്, രണ്ടാമത്തേത് ടേസ്റ്റ്, മൂന്നാമത്തേത് സ്മെല്ല്, നാലാമത്തേത് ലൈറ്റ്. ഇതിനകത്തേതായി? ഓൾറെഡി നമ്മൾ കെമിസ്ട്രിക്കകത്ത് ഈ ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ എന്തായിരിക്കും സായി പറഞ്ഞ? സായി Smell. സ്മെല്ലാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഫാക്ടറി നോസിനകത്താണുള്ളത്, ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് നോസിനകത്താണുള്ളത്. ഒരു ക്വസ്റ്റ്യൻ, സ്പൈനൽ കോഡ് ഒറിജിനേറ്റ് ഫ്രം, സ്പൈനൽ കോഡ് originates from. 4 ഓപ്ഷൻ ആണ്. 1 സെറിബെല്ലം, 2 പോൺസ്, 3 ഹൈപ്പോതലാമസ്, 4 മെഡുല്ല ഒബ്ലാങ്കേട്ട. ഇത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ശ്രേയ ഒന്ന് പറഞ്ഞേ. ശ്രേയ. മെഡുല്ല ഒബ്ലാങ്കേട്ട. മെഡുല്ല എന്നാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മിസ്മാച്ച്ഡ് പെയർ. മിസ്മാച്ച്ഡ് പെയർ. 1 അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനാലിൻ. 2 തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോക്സിൻ. 3 പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇൻസുലിൻ. 4 ഓവറി, ഈസ്ട്രജൻ. ഈസ്ട്രജൻ ആണ്. നമുക്കറിയാം അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിനാണ്, അത് ശരിയാ. തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ആണ്, അതും ശരിയാ. ഓവറി ഈസ്ട്രജൻ ആണ്, അതും ശരിയാ.
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരിക്കലും ഇൻസുലിൻ അല്ല, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗ്രോത്ത് ഹോർമോൺ ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മിസ്മാച്ച്ഡ് പെയർ. ഇങ്ങനെ നിർത്താമേ ഇന്നത്തെ ക്ലാസ്.